ഹലോ എവ്രി വൺ, എല്ലാവർക്കും കേസ് ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ചാണ് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു പുതിയ ഡൈനാസ്റ്റി അല്ലെങ്കിൽ പുതിയൊരു എംപയറിൻ്റെ തുടക്കത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതായത് നമ്മുടെ മുഗൾ ഡൈനാസ്റ്റി. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്കിവിടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ തന്നെ നമ്മൾ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്തിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. 1526 നടന്ന യുദ്ധം. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ഇബ്രാഹിം ലോധിയും മുഗൾ എംപയർ ആയിരുന്ന അല്ലെങ്കിൽ മുഗൾ എംപയർ സ്ഥാപിക്കാൻ വേണ്ടി വരുന്ന ബാബറും തമ്മിലുള്ള യുദ്ധമാണ് ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്ത് എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിനെക്കുറിച്ചും ഇതാണ് ഇന്ത്യയിൽ ഈ ഒരു മുഗൾ സാമ്രാജ്യം സ്ഥാപിക്കുന്നതിന് കാരണമായത് എന്നും നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു ബാബർ ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ആദ്യം അദ്ദേഹം ഈ ഒരു ഇബ്രാഹിം ലോധിയെ പരാജയപ്പെടുത്തിയെങ്കിലും ഇബ്രാഹിം ലോധിയുടെ കയ്യിലുള്ള പ്രദേശം എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രദേശം മാത്രമേ ഉള്ളൂ. പക്ഷേ മുഗൾ എംപയർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു എംപയർ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എംപയറിൻ്റെ വലിപ്പത്തിലേക്ക് കാരണമായത് അദ്ദേഹം അതിനുശേഷം നടത്തിയ യുദ്ധങ്ങളും അദ്ദേഹത്തിൻ്റെ തുടർച്ചയായി വന്ന ഭരണാധികാരികൾ നടത്തിയ യുദ്ധങ്ങളുമൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ ഒരു ബാബറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കുക, മുഗൾ ഡൈനാസ്റ്റി അല്ലെങ്കിൽ മുഗൾ എംപയറിൻ്റെ തുടക്കം സ്ഥാപിച്ചത് ബാബർ ആണെന്ന് ഓർത്തു വെക്കുക. അതിന് കാരണമായ യുദ്ധം ഈ ഒരു ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണെന്ന്, പാനിപ്പത്തിൽ നടന്ന ആദ്യത്തെ യുദ്ധം എന്ന് വിശേഷിപ്പിക്കുന്ന 1526 നടന്ന യുദ്ധമാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ബാബറിൻ്റെ തുടർന്നുള്ള യുദ്ധത്തിനെക്കുറിച്ച്. അപ്പോൾ ബാബർ ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിനെ പരാജയപ്പെടുത്തി. അപ്പോൾ അതിനുശേഷമുള്ള, അതായത് ഈ ഒരു ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഈ ഒരു ഇബ്രാഹിം ലോധിയുടെ കൈവശമുള്ള പ്രദേശങ്ങൾക്ക് ചുറ്റുമുള്ള മറ്റ് പ്രദേശങ്ങൾ കൂടി കീഴടക്കുന്നതിന് വേണ്ടി അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം ഈ ഒരു ചിറ്റോർ എന്ന് പറയുന്ന പ്രദേശത്തെ രാജാവ്, അതായത് റാണ സംഗയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് മേവാർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു ഈ ഒരു റാണ സംഗ. അപ്പോൾ ഈ ഒരു റാണ സംഗയെ ആക്രമിച്ച് ചിറ്റൂരിൽ നിന്നും, അതായത് ബാബർ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അദ്ദേഹം റാണ സംഗയെ ആക്രമിക്കാൻ വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു യുദ്ധം അത് ഖൻവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഇന്നത്തെ ആഗ്രയുടെ, അതായത് ഉത്തർപ്രദേശിലെ ആഗ്രയുണ്ട്, അതായത് നമ്മുടെ താജ്മഹലൊക്കെ നിലനിൽക്കുന്ന സ്ഥലം. അപ്പോൾ ആഗ്രയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ് ഖൻവ എന്ന് പറയുന്നത്. അപ്പോൾ ഖൻവയിൽ നടന്ന യുദ്ധമായതുകൊണ്ട് ബാറ്റിൽ ഓഫ് ഖൻവ എന്ന് വിളിക്കും. 1527. അപ്പോൾ യുദ്ധം നടക്കുന്നത് ആരൊക്കെ തമ്മിലാണ്? ബാബറും റാണ സംഗയും തമ്മിലാണ് നടക്കുന്നത്. അപ്പോൾ റാണ സംഗയും കൂടെയായിട്ട് മഹമ്മൂദ് ലോധി എന്ന് പറയുന്ന ആൾ കൂടി ഉണ്ടായിരുന്നു. ആരാണ് ഈ ഒരു മഹമ്മൂദ് ലോധി? അതായത് നമ്മുടെ ഇബ്രാഹിം ലോധിയുടെ സഹോദരനാണ് മഹമ്മൂദ് ലോധി. ഇത് കൂടാതെ മേവത്തിൻ്റെ റൂളർ കൂടിയായ ഹസൻ ഖാൻ മേവത്തി എന്ന് പറയുന്ന ഒരു ഭരണാധികാരി കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടിയിട്ടുള്ള ഒരു സഖ്യവും അപ്പുറത്തെ സൈഡിൽ ബാബറുമാണ് ഈ ഒരു ബാറ്റിൽ ഓഫ് ഖൻവയിൽ 1527 ഏറ്റുമുട്ടുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല മിലിറ്ററി പവർ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഈ ഒരു വെടിക്കോപ്പുകളും ഒക്കെ ആയിട്ട് വന്ന ബാബറിന് മുന്നിൽ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി പറ്റില്ല. ഈ ഒരു റാണ സംഖ്യയുടെ ഫോഴ്സ് പരാജയപ്പെടുകയും അപ്പോൾ ഈ ഒരു ഗ്വാളിയോറും ധോലാപ്പൂറും കോട്ടകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ആരുടെ കൈകളിലേക്ക് മാറുകയും ചെയ്തു? ബാബറിൻ്റെ കൈകളിലേക്ക് മാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ഓർത്തു വെക്കേണ്ടത് 1526 ഒന്നാം പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം അടുത്ത വർഷം തന്നെ 1527 ഈ ഒരു ബാറ്റിൽ ഓഫ് ഖൻവ എന്ന് പറയുന്ന യുദ്ധം നടന്നു. അത് ബാബറും റാണ സംഗ എന്ന് പറയുന്ന ചിറ്റോറിലെ അല്ലെങ്കിൽ മേവാറിലെ ഭരണാധികാരി കൂടിയാണെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ വലതുവശത്ത് നമ്മൾ കാണുന്ന ചിത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബറിൻ്റെ ചിത്രമാണ്. അപ്പോൾ ബാബറിൻ്റെ ഈ ഒരു യുദ്ധങ്ങൾ ഇതോടെ നിന്നില്ല, ഇനിയും ഒരുപാട് യുദ്ധങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബാബർ ഇന്ത്യയിലേക്ക് ഇങ്ങനെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ഈ ഒരു ബാബറിനെ കുറച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ബാബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹം വന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം 2 ഭാഷകളിൽ അഗ്രഗണ്യനായിരുന്നു. ഏതൊക്കെയാണ് ആ ഭാഷ? പേർഷ്യ, അറബിക്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് തുസീഖ് ഐ ബബുരി അല്ലെങ്കിൽ ബാബറി എന്ന് നമ്മൾ കോമൺ ആയിട്ട് ബാബർ നാമ എന്ന് വിളിക്കും. അപ്പോൾ ബാബർ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ ഓർമ്മകളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാബറിൻ്റെ ഓർമ്മകളാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ബാബർ നാമ എന്ന് പേരുണ്ട്. പക്ഷെ എന്താണ് പ്രശ്നം? ഇത്തരത്തിലുള്ള ബുക്കുകൾ കാണുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന സംശയം, ഇത് ഈ ഒരു രാജാവിൻ്റെ കാലഘട്ടത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു സുൽത്താൻ്റെ കാലഘട്ടത്തിനെക്കുറിച്ച് മറ്റ് ആരെങ്കിലും എഴുതിയതായിരിക്കുമോ എന്നുള്ള ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായിട്ട് ഓർത്തു വെക്കുക, ബാബർ നാമ
എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നത് ബാബർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ്. അതിൻ്റെ മറ്റൊരു പേരാണ് തുസീഖ് ഐ ബാബറി എന്ന് വിളിക്കാം, ബാബുരി എന്ന് വിളിക്കാം, ബാബറി അല്ലെങ്കിൽ ബാബുരി. അപ്പോൾ ഇത് ഒരു വേൾഡ് ക്ലാസിക് ആയിട്ടാണ്. കാരണം ഇന്ത്യയെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന ഈ പ്രദേശത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് ഇതാണ്: ഒരു വലിയ രാജ്യം വിത്ത് ഒരുപാട് സ്വർണവും വെള്ളിയുമുള്ള ഒരു വലിയ രാജ്യം. അപ്പോൾ ഏതൊരു രാജാവും, പുറത്തുനിന്ന് വരുന്ന ഏതൊരു രാജാവിൻ്റെയും ലക്ഷ്യം ഇവിടുത്തെ സമ്പത്ത് തന്നെയാണ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെയും ഈ ഒരു ബാബറിൻ്റെയും ലക്ഷ്യം ഈ ഒരു സ്വർണവും വെള്ളിയും ഒക്കെ തന്നെയാണെന്ന് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സംസാരത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന്, എഴുതി വച്ചിരിക്കുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അദ്ദേഹം കണ്ട മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരാണ്. പല തരം മേഖലകളിൽ നല്ല സ്കിൽഫുള്ളായ പലതരം ജോലികൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം പണ്ട് തിമൂറും ചെയ്ത കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, തിമൂറിൻ്റെ കാലഘട്ടത്തിൽ. അപ്പോൾ തിമൂർ ഇന്ത്യ ആക്രമിച്ച സമയത്ത് ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാരെ കൊണ്ടുപോയതായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ആർട്ടിസൻസ് അല്ലെങ്കിൽ പല പ്രൊഫഷനുകളിൽ എക്സ്പേർട്ടായ ആൾക്കാരുടെ ലഭ്യത കൂടി ഈ ഒരു ബാബറിന് വളരെ ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട 2 ചിന്തകൾ ഇന്ത്യയെക്കുറിച്ച് ഇതാണ്: ഒന്ന് സ്വത്താണ്, ഗോൾഡും സിൽവറും, സ്വർണവും വെള്ളിയും; രണ്ടാമത്തത് ഇവിടുത്തെ വർക്ക്മാനാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ, അപ്പോൾ നമുക്ക് ബാബറിൻ്റെ ഒരു ഐഡിയ കിട്ടി, അദ്ദേഹത്തിനെക്കുറിച്ച് നമുക്കൊരു ബേസിക്കായ ഐഡിയ കിട്ടി. അദ്ദേഹം പേർഷ്യൻ, അറബിക് അറിയുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ബാബർനാമ എന്ന് പറയുന്ന ബുക്കിലാണ്. അതിനെ തുസീഖ് ഐ ബാർബറി എന്നുകൂടി പറയാം. അല്ലെങ്കിൽ അദ്ദേഹം ഇന്ത്യയെ കണ്ടത് വലിയൊരു സമ്പത്തിൻ്റെ കേന്ദ്രമായിട്ടാണ്, സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരെയാണ്, പല സ്കിൽഫുള്ളുമുള്ള. അപ്പോൾ നമ്മൾ അക്ബറിൻ്റെ കാലഘട്ടത്തിൽ നടന്ന ആ ഒരു യുദ്ധം പഠിച്ചു, ബാറ്റിൽ ഓഫ് ഖൻവ 1527. ഇതിനുശേഷം ഈ ഒരു ബാബറിൻ്റെ കാലഘട്ടത്തിൽ, അതായത് ബാബറിൻ്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1526 മുതൽ 1530 വരെയുള്ള കാലഘട്ടമാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ 1530 ബാബർ മരണപ്പെടുകയാണ്. അപ്പോൾ ഈ ഒരു 1530-നിടയിൽ ബാബർ ചെയ്തത് പരമാവധി ഏരിയ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പ്രദേശം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം 2 യുദ്ധങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. ഒന്നാണ് ബാറ്റിൽ ഓഫ് ചന്ദേരി 1528. അപ്പോൾ ഈ ഒരു ബാറ്റിൽ ഓഫ് ചന്ദേരി എന്ന് പറയുന്നത് മേദിനി റായ് എന്ന് പറയുന്ന ചന്ദേരിയിലെ രാജാവുമായിട്ട് നടന്ന യുദ്ധമാണ്. ഈ ഒരു യുദ്ധത്തിലും ആര് വിജയിച്ചു വന്നു? അതായത് നമ്മുടെ ബാബർ വിജയിച്ചു വരികയാണ് ചെയ്തത്. അടുത്ത യുദ്ധം 1529 നടന്ന ബാറ്റിൽ ഓഫ് ഗാഗ്രയാണ്. അപ്പോൾ ബാറ്റിൽ ഓഫ് ഗാഗ്ര എന്ന് പറയുന്നത്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു മഹമ്മൂദ് ലോധിയും പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുൽത്താൻ നസ്രുദ് ഷാ, ഇവർ 2 പേരും ചേർന്നിട്ട് ഈ ഒരു ബംഗാൾ പ്രദേശത്ത് നിന്നിട്ട്, അതായത് ബംഗാളിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ബാബറിനെ എതിർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പ്രദേശത്തെ, അതായത് ഘാഗ്ര എന്ന് പറയുന്ന പ്രദേശം, അത് ഈ ഒരു ബംഗാളുമായിട്ട് അടുത്തുള്ള ആ ഒരു പ്രദേശമാണ്. അപ്പോൾ ആ ഒരു പ്രദേശത്ത് വെച്ച് യുദ്ധം നടക്കുകയാണ്, ബാറ്റിൽ ഓഫ് ഗാഗ്ര 1529. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ വരും, ഏത് യുദ്ധം ആരുടെ അടുത്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പത്താണ്. അതൊരിക്കലും മറക്കരുത്. ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ മധ്യകാല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാണ്. അതിനുശേഷമുള്ള യുദ്ധങ്ങൾ ബാറ്റിൽ ഓഫ് ഖൻവ അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ചന്ദേരി അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് ഘാഗ്ര എന്ന് പറയുന്നത് ചെറിയ യുദ്ധങ്ങളാണ്. അപ്പോൾ ഈ ഒരു പേരുകൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ബാബറിൻ്റെതാണെന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് ഉണ്ടായാൽ മതി. മറ്റ് യുദ്ധത്തിൻ്റെ വളരെ വിശദമായ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ആരാണ് ഇൻവോൾവ്, അല്ലെങ്കിൽ ഈ ഒരു വർഷം കാണുന്ന സമയത്ത് 1526 മുതൽ 1530 വരെയുള്ള കാലഘട്ടത്തിൽ അത് ബാബർ ആണെന്ന് നിങ്ങൾ ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു വലതുവശത്തെ മാപ്പ് കാണുന്ന സമയത്ത് ഈ ഒരു ബാബറിൻ്റെ വളർച്ച അല്ലെങ്കിൽ ബാബറിൻ്റെ എംപയർ എങ്ങനെയാണ് പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഡൽഹിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങി ഉത്തർപ്രദേശ് വഴി പോയിട്ട് എവിടെ വരെ എത്തിയിട്ടുണ്ട്? ഏകദേശം ബീഹാർ ഏരിയ കഴിഞ്ഞ് ബംഗാൾ വരെ എത്തി നിൽക്കുന്ന ഒരു എംപയർ ആയിരുന്നു ബാബർ ബിൽഡ് ചെയ്തത്. അപ്പോൾ ഈ ഒരു 1529 നടന്ന ഈ ഒരു ബാറ്റിൽ ഓഫ് ഘാഗ്രയ്ക്ക് ശേഷം അദ്ദേഹം, ഈ ഒരു ഘാഗ്ര എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ ഒരു ഉപനദിയാണ്, ട്രൈബ്യൂട്ടറിയാണ്. അപ്പോൾ ഈ ഒരു യുദ്ധത്തിൽ ബാബർ അവരെ തോൽപ്പിക്കുകയും, അതായത് ഈ ഒരു മഹമ്മൂദ് ലോധിയും സുൽത്താൻ നസ്രത്ത് ഷായെയും ഒക്കെ തോൽപ്പിക്കുകയും, അതിനുശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സമയത്ത്, അതായത് ആഗ്രയിലൂടെ ഈ ഒരു ലാഹോറിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് 1530 ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മരണപ്പെടലോടുകൂടി അദ്ദേഹത്തിന് ശേഷം പുതിയ ഒരാൾ, അദ്ദേഹത്തിൻ്റെ മകനായ, അദ്ദേഹത്തിന് കുറേ മക്കളുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മകനിൽ ഒരാളായ ഹുമയൂണാണ് അധികാരത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഈ ഒരു
മുഗൾ ഡൈനാസ്റ്റിയിൽ അല്ലെങ്കിൽ മുഗൾ എംപയറിലെ ആദ്യത്തെ രാജാവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അല്ലെങ്കിൽ ആദ്യത്തെ സുൽത്താനെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആരാണത്? ബാബറാണ്. അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു രാജ്യം സ്ഥാപിച്ചത്? അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ, അദ്ദേഹത്തിന് പേർഷ്യൻ, അറബിക് ലാംഗ്വേജ് അറിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകളാണ് നമ്മൾ ബാബർ നാമ അല്ലെങ്കിൽ തുസീഖ് അൽ ഐ ബാൽബുരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമ്മൾ മനസ്സിലാക്കി. അദ്ദേഹം നടത്തിയ പ്രധാനപ്പെട്ട യുദ്ധങ്ങൾ, അതായത് സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി, കൂടുതൽ ടെറിട്ടറി ലഭിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ യുദ്ധങ്ങളും നമ്മൾ മനസ്സിലാക്കി. ഏതൊക്കെയാണ്? ബാറ്റിൽ ഓഫ് കൻവേയുണ്ട്, അതിനുശേഷം ബാറ്റിൽ ഓഫ് ചന്ദേരി, ബാറ്റിൽ ഓഫ് ഘാഗ്ര. അപ്പോൾ ഈ യുദ്ധങ്ങളുടെ പേരുകൾ, അത് ഇവിടെ വർഷം, പിന്നെ അത് ആരാണ് എന്നുകൂടി നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. പ്രധാനമായിട്ടും ബാബറിൻ്റെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തു വെക്കുക. അദ്ദേഹത്തിൻ്റെ എംപയറിൻ്റെ വലിപ്പം കൂടി ഒന്ന് ഓർത്തു വെക്കുക. അപ്പോൾ മുഗൾ എംപയർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഇത്ര പോര ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഈ ഒരു പച്ച നിറത്തിൽ കൃത്യമായിട്ട് കാണാൻ വേണ്ടി പറ്റും. ആ ഒരു ഏരിയയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണ്ഡഹാർ മുതൽ, അതായത് അഫ്ഗാനിസ്ഥാനിലെ കാണ്ഡഹാർ മുതൽ നമ്മുടെ ബംഗാളിൻ്റെ ബോർഡർ വരെയുള്ള പ്രദേശങ്ങൾ ആരുടെ കീഴിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു? ഈ ഒരു ബാബറിൻ്റെ കീഴിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബാബറിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ് പറഞ്ഞത്. 1526 മുതൽ 1530 വരെയുള്ള വളരെ ചെറിയൊരു കാലഘട്ടം, അതായത് ഈ ഒരു മുഗൾ ഡൈനാസ്റ്റി സ്ഥാപിച്ചതും അതിൻ്റെ തുടക്കത്തിലെ വളർച്ചയും. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനുള്ളത് അതിനുശേഷം അധികാരത്തിലേക്ക് വന്ന ബാബറിൻ്റെ മകനായ ഹുമയൂണിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യും. അപ്പോൾ ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുക കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഹുമയൂണിൻ്റെ കാലഘട്ടവുമായിട്ട് കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദ ബെസ്റ്റ്.